കോഴിക്കോട് നിന്ന് മേഘ കൂടി ചേരുകയാണ്. കോഴിക്കോടും ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഇന്നലെയൊക്കെ മഴ പെയ്യുകയും ചെയ്തിരുന്നു. മേഘ, കോഴിക്കോട് ഇന്ന് രാവിലെ മുതൽ പക്ഷേ കാര്യമായി മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. മലയോര മേഖലകളിലും നഗരമേഖലകളിലും സ്ഥിതി ഒരുപോലെയാണോ, അതോ മഴ തുടങ്ങിയിട്ടുണ്ടോ? മനു, കോഴിക്കോട് ജില്ലയിൽ വലിയ മഴയില്ല, പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ രാത്രി നിർത്താതെ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി മറിച്ചാണ്. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ഗ്രാമീണ മേഖലകളിലും മലയോര മേഖലകളിലൊക്കെ തന്നെയും ഈ മഴ കനക്കാനുള്ള ഒരു സാധ്യത മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു രാവിലെ ഇവിടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന സാഹചര്യമുണ്ട്. എല്ലാ തരത്തിലും സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഏതെങ്കിലും തരത്തിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അവശ്യ വസ്തുക്കൾ, വാഹനം, ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജമായി ഇരിക്കണം. ഈ ജലാശയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ഉയരുന്നുണ്ടെങ്കിൽ കൃത്യമായ നിർദ്ദേശം നൽകണം. അങ്ങനെ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഉള്ള ചരിത്രങ്ങളൊക്കെ തന്നെയും പരിശോധിച്ച് വെള്ളം പൊങ്ങാനിടയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും പ്രത്യേകം നിരീക്ഷിച്ചു വരികയാണ്. എല്ലാ മുന്നൊരുക്കങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ. പക്ഷേ വലിയ തരത്തിലുള്ള മഴയില്ല. പക്ഷേ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ കൃഷിനാശം അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരശ്ശേരിയിൽ 300ഓളം വാഴകൾ നശിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ പലയിടത്തും വീടിന് സമീപത്തൊക്കെ തന്നെയും മരം കടപുഴകി വീണ് സാഹചര്യമുണ്ട്. പക്ഷേ വലിയ അപകടങ്ങളൊന്നും തന്നെയും കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്നു. പക്ഷേ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്ര രാത്രി സമയങ്ങളിൽ രാത്രി 7 മുതൽ രാവിലെ 7 വരെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ജില്ലയിൽ കിണർ ജോലികൾ, അതിനൊപ്പം ക്വാറിയുടെ പ്രവർത്തനം, മണ്ണെടുക്കലൊക്കെ തന്നെ ഒരു താൽക്കാലിക അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിരോധിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ആളുകൾ ഒത്തുകൂടുന്ന, അതായത് ബീച്ച് ഉൾപ്പെടെ ജലാശയങ്ങളിലേക്കൊക്കെ തന്നെ ഈ യാത്ര പൂർണ്ണമായും നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ അപകടങ്ങൾ കുറയ്ക്കാൻ ഏത് തരത്തിൽ കുറയ്ക്കാൻ കഴിയും എന്ന നടപടികളാണ് നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. ഏതായാലും മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യമല്ല. ഇടവിട്ട് ശക്തമായ മഴ കോഴിക്കോട് ജില്ലയിൽ ഇന്നത്തെ ദിവസവും പെയ്യുന്നുണ്ട്. മനു, മഴ പെയ്യുന്നുണ്ട്, പക്ഷേ വലിയൊരു ശക്തി നിലവിലില്ല. കോഴിക്കോട് ഓറഞ്ച് അലർട്ടാണ്, അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ്. പക്ഷേ ആ ജാഗ്രതയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലത്തെ മഴയിലും കാറ്റിലും കൃഷിനാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിരവധി വാഴകളൊക്കെ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്നു കോഴിക്കോട് ജില്ലാ. വിവരങ്ങളാണ് മേഘ നൽകിയത്.